ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണുന്നത് ദ സൂപ്പർ ക്യൂബ് എന്ന അനിമിയുടെ സീസൺ 1 എപ്പിസോഡ് 4. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇതിനൊന്ന് വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. ഇനി ഞങ്ങളെ പറ്റിയിട്ടില്ല, നമുക്ക് നേരെ എപ്പിസോഡ് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണുന്നത് സൗത്ത് സിറ്റി ഗ്യാങ് ലീഡറും അതുപോലെ തന്നെ സഞ്ജുനും കൂടിയും അവിടെ സംസാരിച്ചിരിക്കുന്നതാണ്. സഞ്ജുൻ പറയാണ് നമുക്ക് അവൻ എന്തായാലും ഒരു പണി കൊടുക്കണമെന്ന്. സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ ലീഡർ പറയാണ് നമുക്ക് എന്തായാലും അവനങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. സഞ്ജുനാണ് നമുക്ക് എന്തായാലും അവനെ അടിക്കാനൊന്നും പറ്റില്ല, നമ്മൾ അന്ന് തന്നെ കണ്ടാലേ നല്ലപോലെ മേടിച്ചാണെന്ന്. ആ സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ ലീഡർ പറയാണ് നീ മിസ്റ്റർ ലൂ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ ടെൻഷനായിട്ട് സഞ്ജു ചോദിക്കുകയാണ് അയാൾ 2 കൊല്ലം മുന്നേ ഇവിടെ നാട് വിട്ടു പോയതല്ലേ എന്ന്. പിന്നെ കാണിക്കുന്നത് വാങ്ങിനെയും അതുപോലെ തന്നെ യാവോനെയാണ്. വാങ് നേരെ യാവോൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അവർ പോകുന്ന വഴിയിൽ യാവ ചോദിക്കുകയാണ് നീ ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയ പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, എങ്കിലും സ്ട്രോങ്ങറായാൽ മാത്രമേ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിക്കുകയാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നുകൂടി പറഞ്ഞ് അവർ പോവുകയാണ്. അവർ രണ്ടുപേരും ഒരു കഫേലിരിക്കുകയാണ്. അപ്പോൾ യോ പറയാണ് നമുക്കൊരു ഗെയിം കളിക്കാം, ഇതിലേതിലാണ് ട്രഷർ എന്ന് നീ കണ്ടുപിടിക്കുമെന്ന്. വാങ് അവൻ്റെ സെൻസിറ്റബിലിറ്റി ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവളുടെ ഏത് കയ്യിലാണ് ആ ട്രഷർ ഇരിക്കുന്നത് കണ്ടുപിടിക്കുകയാണ്. അവനെ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള മിഠായി വാങ്ങാണ്. രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ കറക്റ്റായിട്ട് പറയാണ്. മൂന്നാമത്തെ പ്രാവശ്യം അവന് കറക്റ്റായിട്ട് വന്നപ്പോൾ യാവോക്ക് ആകെ എന്തൊക്കെയോ സംശയം തോന്നാണ്. നീ എങ്ങനെ അത് കണ്ടുപിടിച്ചേ എന്ന് ചോദിക്കുകയാണ്. വാങ് പറയാണ് നീ നിൻ്റെ കയ്യിൽ വെച്ചെടുപ്പോൾ നിൻ്റെ എൽബോ ചെറുതായിട്ട് നീങ്ങുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. എല്ലാ ടൈമും നീ ക്യാൻറ്റി പിടിക്കുന്ന കൈൻ്റെ എൽബോ നീങ്ങാറുണ്ട്. അപ്പം തന്നെ വാങ്ങ് എന്തൊരു സംഭവം എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് ആ എനർജി സ്റ്റോണിൻ്റെ ഉള്ളിലുള്ള ആ സംഭവമായിരുന്നു. യാവ പറയാണ് അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നെ കാണിക്കുന്നത് വാങ്ങ് റോഡ്സിൽ നിൽക്കുകയാണ്. എന്നിട്ട് യാവോനെ കുറേ നേരമായി കോൾ ചെയ്യുന്നു. കുറേ ടൈമായിട്ടും യാവരായിട്ട് അവൻ ചിന്തിക്കുകയാണ് ഇവൾ ആദ്യമായിട്ടാണല്ലോ ഇത്രയും നേരം ലേറ്റ് ആകുന്നതെന്ന്. അവൻ്റെ പുറകിൽ പോയി 2 ആൾക്കാർ വരാണ്. സിൻഹ അപ്പാർട്ട്മെൻറ്റിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട് ഷോക്കായ വാങ് എന്ത് സിൻഹ അപ്പാർട്ട്മെൻറ്റിലോ. വാങ് അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവന് കുറേയധികം മിസ് കോള് യാവോക്ക് അടിച്ചിട്ടുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ ഓടിപ്പോവാണ്. അവന് യാവോക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു ഓടിപ്പോവാണ്. അവിടെ കുറേ പേര് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവിടെ യാവോൻ്റെ അമ്മ കരയുന്നുണ്ടായിരുന്നു, എൻ്റെ മകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കണ്ട് ആകെ ഷോക്കാവാണ് വാങ്. അവളുടെ റൂമിൽ ഒരു ഡോളിനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അവളെ തട്ടിക്കൊണ്ടുപോയാരെ. ആ ഓഫീസേഴ്സ് യാവോൻ്റെ അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ വാങ്ങിന് ടെൻഷനാവാണ്. വേറൊരു ഭാഗത്ത് നമുക്ക് സഞ്ജുനെ കാണാം. സഞ്ജുനോട് നിന്ന് മാറി നിൽക്കുകയാണ്. അവൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ മുന്നിൽ വരാണ്. അതെ, വാങ് അവൻ്റെ മുന്നിൽ വരാണ്. സോറി നീ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ്റെ കോളറൊക്കെ ശരിയായി കൊടുക്കുകയാണ്. വാങ് ചോദിക്കുകയാണ് അവളെ കൊണ്ടുപോയത് നീയല്ലേ? അല്ല ഞാനല്ല എന്നൊക്കെ പറയാണ്. വാങ് അവിടുത്തെ ഒരു ചുമര് അടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഇത് കണ്ട് സഞ്ജുനാകെ ടെൻഷനാവാണ്. ഞാൻ പറയാം നീ കൂളാവും എന്ന് പറയാണ്. അവിടുന്ന് കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ യാവോനെ പിടിച്ചു വെച്ചവരാണ്. അതിൽ ആ ഗോൾഫിൻ്റെ സ്റ്റിക്ക് പിടിച്ചിരിക്കുന്ന ആളാണ് മിസ്റ്റർ ലൂ. അവിടെ സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ ലീഡർ നിൽക്കുന്നുണ്ട്. അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ്റെ മേത്ത് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ടാവും. നിങ്ങളൊന്ന് ചെറുതായിട്ട് ക്ഷമിക്കുക. എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറയണേ മിസ്റ്റർ ലൂ. എൻ്റെ ദേഷ്യം എത്രത്തോളാണെന്ന് നീ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് യാവോൻ്റെ അടുത്ത് വരികയാണ്. ഞാൻ ചോദിക്കൊന്നും ഉത്തരത്തിനെല്ലാം തത്ത പറയും പോലെ ഉത്തരം പറഞ്ഞോ എന്ന രീതിക്ക് പറഞ്ഞിട്ട് ഷീഗോജിങ്ങുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ്. നമുക്കിനി ഷീഗോജിങ് എന്ന പേരിന് പകരമായിട്ട് ഷിയോങ് എന്ന് വിളിക്കാം. അവൾക്ക് ഷിയോങ്ങിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടും അവൾ പറയാണ് പിന്നെ എന്തിനാണ് അവൻ സൂപ്പർ ഹ്യൂമൻ ഓർഗനൈസേഷനെ പോലും എതിർത്തിട്ട് നിന്നെ സംരക്ഷിച്ചതെന്ന് ചോദിക്കുകയാണ്. നീ മര്യാദ പറഞ്ഞില്ലെങ്കിൽ നിന്നെ അടിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം തന്നെ അവൻ്റെ അങ്കിള് നിർത്താൻ പറയാണ്. എനിക്ക് തോന്നുന്നു അവൾക്കൊന്നും അറിയില്ലെന്ന്. പിന്നെ എന്തിനാണ് ഞാൻ അവളെ കെട്ടിടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ലൂ. അപ്പോൾ അങ്കിള് പറയാണ് അതിന് പ്രശ്നം നീ ചെയ്തതൊക്കെ ഷിയോങ് അറിയുകയാണെങ്കിൽ നിന്നെ വെച്ചേക്കില്ലെന്ന്. താനെന്ത് പൊട്ടതിരാടോ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ലൂ. അപ്പോൾ അങ്ങോട്ട് പറയാണ് നമുക്ക് ഇവളെ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ട്രംപ് കാർഡായി യൂസ് ചെയ്യാമെന്ന്.
ഇവളെ വെച്ച് അവനെ നമുക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് അവനെ എങ്ങനെയാണ് ഇത്ര പവേഴ്സ് കിട്ടിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയാണ്. സോ അവനൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അതിന് സമ്മതിക്കുകയാണ്. സോ അവിടെ നിന്നിട്ട് കാണിക്കുന്നത് വാങ്ങിനെ അതുപോലെ സഞ്ജുനാണ്. സോ വാങ്ങ് ചോദിക്കുകയാണ്, നീ എന്നോട് വിവഞ്ചിക്കുന്ന പകരം എന്തിനാണ് യാവോനെ ഉപദ്രവിക്കുന്നതെന്ന്. സോ അപ്പോൾ സഞ്ജും പറയാണ്, ഇത് എൻ്റെ ഐഡിയ അല്ല, സൗത്ത് ഗ്യാങ് ലീഡറിൻ്റെ ഐഡിയ ആണ്. നിനക്കൊരിക്കലും ഇനി അവളെ രക്ഷിക്കാൻ പറ്റില്ല, കാരണം അത് മിസ്റ്റർ ലൂ ആണ്. സോ നിനക്കൊരു കാര്യം അറിയോ, ഒരു ദിവസം ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ് ലീഡർ ടൗൺ ഹാളിലേക്ക് വന്നിരുന്നു. സോ ആ സമയത്ത് അവൻ ലൂവിനേക്കാളാണ്. സോ നേരെ പോയി അവൻ്റെ എല്ലാവരെയും, അതായത് അവൻ്റെ ഗ്യാങ്ങിലെ എല്ലാ മെമ്പേഴ്സിനും പിടിച്ച് അവിടെ മാപ്പ് പറഞ്ഞ് അവിടെ കുമ്പിട്ട് നിൽക്കുമായിരുന്നു. സോ അന്നത്തെ ദിവസം മുഴുവനായിട്ടും അവരങ്ങനെ ഇരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ സ്വപ്നം കാണുന്നതിനും മുകളിലാണ് അവൻ്റെ പവേഴ്സ് നിൽക്കുന്നത്. സോ അവനെ എതിർക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്ന് പറയാണ് സഞ്ജുൻ. നിനക്കറിയായിരിക്കും ഷിയോങ് നാളെ പറ്റി. സോ യാവോക്ക് ഒരു ദിവസം സംഭവിച്ച ഇൻസിഡൻറ്റ് വരാണ്, അതായത് ഷിയോങ് അവളെ രക്ഷിച്ച കഥ. സോ ആ സമയത്ത് മിസ്റ്റർ ലൂവിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലെ 2 വിരൽ നഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് അവളെ ഇപ്പോൾ മിസ്റ്റർ ലൂ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയൊന്നല്ല എന്ന് പറയാണ് സഞ്ജുൻ. ഞങ്ങൾ പറഞ്ഞാലും അയാളൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്നും പറയാണ്. സോ സഞ്ജുൻ പറയാണ്, ഞാനൊരിക്കലും നിന്നോട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ചെയ്തതല്ല, സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ ലീഡർ നിന്നോട് പകരം വീട്ടാൻ വേണ്ടി മിസ്റ്റർ ലൂവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിച്ചതാണെന്ന്. സോ വാങ്ങ് അവിടെ നിന്ന് എണീച്ചിട്ട് പോവാണ്. സഞ്ജുൻ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാന്ന്. അപ്പോൾ വാങ്ങ് പറയാണ്, ഞാൻ അവളെ രക്ഷിക്കാണെന്ന്. സോ ആ സമയത്ത് സഞ്ജുൻ ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതും നിനക്ക് മനസ്സിലായില്ലെന്ന്, എന്താ കാര്യം. സോ ആ സമയത്ത് വാങ്ങ് പറയാണ്, നിന്നെ വെച്ച് തന്നെ നീ കമ്പയർ ആയില്ലെന്ന്. സോ ആ സമയത്ത് നേരത്തെ വാങ്ങ് അടിച്ചു പൊളിച്ച ആ ഭിത്തി അങ്ങ് പൊളിഞ്ഞ് വീഴാണ്. സോ അത് കണ്ട് സഞ്ജുനും ആകെ നെട്ടാണ്. സോ പിന്നെ വാങ്ങ് നേരെ എത്തുന്നത് അവരുടെ ഹൈഡ് ഔട്ടിലേക്കാണ്, അതായത് യാവോ നിൽക്കുന്ന സ്ഥലത്തേക്ക്. സോ ഇതെല്ലാം ക്യൂബ് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്, കാരണം വാങ്ങ് ഒരു ജെംസ് യാവോ കൊടുത്തിരുന്നല്ലോ, അതിനെ വെച്ച് അവൻ ട്രാക്ക് ചെയ്ത് വരികയാണ്. അങ്കിൾ, ഞാൻ 10 ലക്ഷം മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സിനെയാണ് ഷിയോങ്ങിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അവന് എങ്ങനെയാണ് ഇത്രയും പവേഴ്സ് കിട്ടിയെന്നുള്ളതൊക്കെ നമുക്കറിയണമെന്ന്. ഓൾഡ് മാൻ, ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ചേരില്ല എന്ന് ഒരു ജോക്കറിൻ്റെ പോലത്തൊരുത്തം, അതായത് ഒരു ചെറിയൊരു പപ്പറ്റ് പോലൊരു സംഭവം പറയാണ്. സോ അവൻ്റെ അങ്കിളും അതുപോലെ വേറൊരുത്തരും പറയാണ്, ഞാൻ എന്തായാലും യങ് മാസ്റ്ററിന് വേണ്ടി റിവെഞ്ച് എടുത്തിരിക്കും എന്ന്. സോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വാങ്ങിനാണ്. സോ അവന് ട്രാക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ വന്ന് ഒരു സ്ഥലത്ത് വിടുകയാണ്. സോ അവിടുന്ന് ക്യൂബ് പറയാണ്, മാസ്റ്റർ, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഞാൻ കാണുന്നുണ്ടെന്ന്. സോ ആ സമയത്താണ് ക്യൂബ് വേറൊരു കാര്യം പറയുന്നത്, മാസ്റ്ററിൻ്റെ അഡ്വാൻസിലുള്ള സ്റ്റോണിൻ്റെ അബ്സർവേഷൻ 99.8% കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഒരു 30 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ വളരെ പവർഫുൾ ആവുന്ന കൂടി പറയാണ്. സോ ലൂവിൻ്റെ കൂട്ടത്തിലെടുത്ത അടിയും പറയാണ് ലൂവിനോട്, ഏതൊരു പൊട്ടൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെന്ന്. സോ ലൂ പറയണേ, അവനുള്ള പരിപ്പടിഞ്ചായ നീ നല്ലപോലെ കൊടുക്കുന്നു. സോ ഇവിടെ ദ സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 4 അവസാനിക്കുകയാണ്. സോ ഇനി എന്തായാലും ഞാൻ എപ്പിസോഡ് 5 കൂടി ചെയ്തിട്ട് സോഡ് ആർട്ട് ഓൺലൈനിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡ്സ് കൂടി അപ്ലോഡ് ചെയ്യാം. സോ എന്തായാലും 5ാമത്തെ എപ്പിസോഡ് ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്താൽ മതി. സോ ഇനി അടുത്തൊരു എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.